ആഴ്ചകൾക്ക് മുന്നേ ഒരു ഇടവകയിലെ കുണാണ്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പ്രചരിച്ചിരുന്നു. കുറച്ച് കുട്ടികൾ ആ ഇടവകയിൽ അവർക്കെന്തോ പണത്തിൻ്റെ ആവശ്യമുണ്ടായപ്പോൾ അവർ കേക്ക് വാങ്ങി അത് വിൽപ്പനക്ക് ഇറങ്ങിയതാണ്. അങ്ങനെ ഇയാൾ കണ്ടുമുട്ടി, എന്താ ഏതാ എവിടെന്നാ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് പൈസൻ്റെ ആവശ്യമുണ്ട്, അപ്പോൾ ഞങ്ങൾ കേക്ക് വിൽപ്പനക്ക് ഇറങ്ങിയതാണ് എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ചോദിച്ചത്രേ, എവിടെന്നാ നിങ്ങൾ ഈ കേക്ക് വാങ്ങിയത്, ഏത് കടയിൽ നിന്നാണ് വാങ്ങിയത്, ആ കടയുടെ പേരെന്താണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ അവരിങ്ങനെ കടയുടെ പേരൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അത് ഇസ്ലാമത വിശ്വാസികളുടെ കടയല്ലേ, അവിടെ തുപ്പിൻ തൂറിയൊക്കെ ഉണ്ടാക്കുന്ന ഈ കേക്കൊന്നും വാങ്ങി നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തരാൻ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടികളെ ഇയാൾ തിരിച്ചയച്ചത്രേ. അപ്പം ഇയാൾ ഈ കുട്ടികളെ ഈ തരത്തിൽ തിരിച്ചയക്കുന്നത് കണ്ട് കേട്ടുനിന്ന മറ്റുള്ളവരായ ആളുകൾ ഇദ്ദേഹത്തെ പിന്തുണച്ച് താങ്കൾ പറഞ്ഞത് ശരി തന്നെ എന്ന് പറഞ്ഞു ഇയാൾക്ക് പിന്തുണ കൊടുത്തു അത്രേ. അപ്പോൾ നമ്മളിത് പറയണം, നമ്മളിത് മടിച്ചു നിൽക്കരുത്, നമ്മളിത് പറയുകയും നമ്മുടെ ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അമ്മൻ്റെ ആളുകൾ ഉണ്ടാക്കുന്ന കടകളിൽ നിന്ന് കേക്കും മിഠായികളുമൊക്കെ വാങ്ങാൻ പ്രേരിപ്പിക്കുകയും ഒക്കെ നമ്മൾ ചെയ്യുക. എന്നിട്ട് ഈ ഇസ്ലാമത വിശ്വാസികൾ നടത്തുന്ന കച്ചവടങ്ങളും അവരുണ്ടാക്കുന്ന കേക്കുകളും ഒക്കെ വിൽപ്പനയില്ലാതെ അവരുടെ കടകളൊക്കെ പൂട്ടിപ്പോവട്ടെ എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ തരത്തിൽ തിന്നുന്ന കേക്കിലും മിഠായിലും ഒക്കെ വർഗീയത കാണുന്ന ഇത്തരം കിസംഗികളോടും വർഗീയത പറയുന്ന അച്ഛന്മാരോടും ഒക്കെ ആയിട്ട് ഒരു സഹോദരി പറയുന്ന മറുപടിയുണ്ട്, അതൊന്ന് കേൾക്കുക. അതോടൊപ്പം നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. രാവിലെ എഴുന്നേറ്റപ്പോൾ കണ്ട തന്നെ വിവാദങ്ങളുടെ വാർത്തയാണ്. അത് പള്ളിയിലെ പ്രസംഗമായതുകൊണ്ടും ഒരു ക്രിസ്ത്യാനി കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളതുകൊണ്ടും ഇതിനെപ്പറ്റി എന്തെങ്കിലും സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി. ഒന്നാമത്തെ കാര്യം, അച്ഛന്മാരെ, നിങ്ങൾക്ക് ഇങ്ങനത്തെ വർഗീയത സംസാരിക്കാനുള്ള സ്ഥലമല്ല പള്ളി. പള്ളിയിലേക്ക് ആൾക്കാർ വരുന്നത് ഈ കഷ്ടകാലത്തിനിടയ്ക്കും കഷ്ടപ്പാടിന്റെ ഇടയ്ക്കും കുറച്ചു നേരം ഒന്ന് സമാധാനത്തോടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. അതും കർത്താവിന്റെ ആലയം എന്ന് വിളിക്കപ്പെടുന്നതുകൊണ്ട്. അല്ലാതെ നിങ്ങളുടെ പ്രസംഗം കേൾക്കാനില്ല. നിങ്ങളുടെ പ്രസംഗം പണ്ട് തൊട്ട് ബോറാണ്. അത് ഞാൻ ചെറുതിലെ മുതൽ ചിന്തിക്കാറുണ്ട്, എന്തിനാണ് ഇത്ര നീട്ടി വലിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ചുരുക്കി പറഞ്ഞ പോലെയെന്ന് 1 മണിക്കൂർ കുർബാനക്കിടയിൽ 1/2 മണിക്കൂർ നിങ്ങളുടെ പ്രസംഗം ഭയങ്കര ബോറാണ്. അതൊന്നാമത്തെ കാര്യം. പല അമ്മച്ചിമാരും ഇരുന്ന് ഉറങ്ങുകയാണ്. ഇനിയെങ്കിലും പുറകിലേക്ക് ശ്രദ്ധിച്ചാൽ കൊള്ളാം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ മുസ്ലിംസ് എന്ന് പറയുന്ന ആൾക്കാരെ ഒഴിവാക്കണമെങ്കിൽ ഞങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് കൂട്ടുകാരെയും അത്ര അടുപ്പമുള്ള സുഹൃത്തുക്കളൊക്കെ ഒഴിവാക്കേണ്ടി വരും. ഞങ്ങളുടെയൊക്കെ സുഹൃത്ത് വലയത്തിൽ ഒരുപാട് മുസ്ലിംസ് ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. സഹായം എന്ന് പറഞ്ഞാൽ ഒരു വിളിയിൽ ഓടി വരുന്ന ആൾക്കാരിൽ പലരും മുസ്ലിംസ് ആയിരിക്കും, ഹിന്ദുക്കളായിരിക്കും. ഇന്നുവരെ ഞങ്ങൾ അവരുടെ ഒന്നും ജാതി മതം നോക്കിയിട്ടില്ല. പിന്നെ പണ്ടൊക്കെ നമ്മൾ അയൽവക്കത്തേക്ക് ഓടും, പഞ്ചസാര ഉണ്ടോ ചേച്ചി, കാപ്പിപ്പൊടി ഉണ്ടോ ചേച്ചി എന്ന് ചോദിച്ചിട്ട്. അവരാരും മുസ്ലിംസ് ആണോ ഹിന്ദുക്കളാണോ എന്ന് ഞങ്ങൾ നോക്കിയിട്ടില്ല. അവരുടെ വീട്ടിൽ പോലും ടി വി കണ്ടിട്ടുണ്ട്, അവർ തന്നെ ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്, അവരുടെ കുട്ടികളുടെ കൂടെ പുറത്ത് ഓടിക്കളിച്ചിട്ടുണ്ട്. അന്നേരം ഒന്നും ഇവര് മുസ്ലിംസ് ആണോ ക്രിസ്ത്യാനിയാണോ ഹിന്ദു ആണോ നോക്കിയിട്ടല്ല. അത് നിങ്ങൾ അച്ഛന്മാർ ആദ്യം മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ ഗൾഫുകാരാണ്, ഞാൻ ജോലി ചെയ്യുന്നത് ഗൾഫിലാണ്. നിങ്ങൾ പറയുന്ന പോലെ അച്ഛൻ പറഞ്ഞതുപോലെ മുസ്ലിംസ് തരുന്നതൊന്നും വാങ്ങിക്കരുത്, അവർ തരുന്ന അവരുടെ ഓട്ടോയിൽ കയറരുത്, അവരുടെ അടുത്ത് ഇരിക്കരുത് എന്നാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ആദ്യം ഗൾഫുകാരുടെ വീട്ടിലേക്ക് പിരിവിന് പോകുന്നത് നിർത്തണം. എപ്പോഴും പിരിവ് എഴുതുമ്പോൾ, പിരിവിന് പൈസ എഴുതുമ്പോൾ ഗൾഫുകാർക്ക് കുറച്ച് പൈസ കൂടുതൽ എഴുതാറുണ്ട്. ഞങ്ങൾ മുസ്ലിംസിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന കാശ, മുസ്ലിം രാജ്യത്ത് വന്ന് പണിയെടുത്ത് കിട്ടുന്ന കാശ, അത് വാങ്ങിക്കരുത്, തുടരുതെന്നാണെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ട് ഇനി വരരുത്. പള്ളി പണിയാനാണ് അല്ലെങ്കിൽ നിങ്ങളുടെ താമസ സ്ഥലം പണിയാനാണ് എന്നും പറഞ്ഞിട്ടൊന്നും അതിന് വേണ്ടിയിട്ട് വരരുത്. പിന്നെ ഒരു കാര്യം, ഇവിടെ പള്ളികളുണ്ട്, ഇവിടെ മുസ്ലിം രാജ്യമാണ്, ഇവിടെ പള്ളികളുണ്ട്. അവർ എത്ര കെയർഫുൾ ആയിട്ട്, ഓരോ പള്ളിയുടെ പുറത്തും ആംബുലൻസുകൾ ഉണ്ടാവും, പോലീസുകാരുണ്ടാവും. അത് ഞങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാ, ഞങ്ങളെ കെയർഫുൾ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ടാ. ഞങ്ങൾക്കൊരു ആപത്തോ ഒരു അസുഖമോ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പോലീസുകാർ പുറത്ത് വെയിറ്റ് ചെയ്യും. അങ്ങനെയുള്ള രാജ്യത്ത് നിൽക്കുന്ന ഞങ്ങളോട് അച്ഛൻ പറയാണ് മുസ്ലിം തൊടാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, അടുത്തിരിക്കാൻ പാടില്ല. കഷ്ടല്ലേ അച്ഛോ, ഭയങ്കര നാണക്കേട് തോന്നുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട്. ദൈവത്തെ ഓർത്ത് ഇങ്ങനത്തെ വർഗീയത പള്ളിയിൽ വെച്ചിട്ട് വിളമ്പരുത്. നിങ്ങൾക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങിയിട്ട് ആരെങ്കിലും ഒക്കെ കൂട്ടി സംസാരിക്കാം, അല്ലെ ഫോൺ വിളിച്ച് ബന്ധുക്കളോടോ നിങ്ങളുടെ അതേ രീതിയിൽ വരുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവുമല്ലോ, അവരോട് സംസാരിക്കാം. ഇങ്ങനെയുള്ള അച്ഛന്മാർ, ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരെ ഞങ്ങൾ അച്ഛന്മാരെന്ന് വിളിക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിക്കട്ടെ അച്ഛൻ പറഞ്ഞിട്ട് കൈ കുത്തുന്നു.